ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുഞ്ഞു സ്ട്രോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എന്താണെന്ന് നോക്കാം. ഈ കണ്ടത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. വെള്ളക്കാന്താരി ആയിരുന്നു. അപ്പോൾ വെള്ളക്കാന്താരി വെച്ചാണ് നമ്മുടെ റെസിപ്പി വരുന്നത്. ആദ്യം നമ്മൾ വെള്ളക്കാന്താരി നല്ല മൂക്കാത്തത് നോക്കി, അതായത് ഒത്തിരി മൂക്കാത്തത് നോക്കി പറിച്ചെടുത്ത് കഴുകി എടുക്കുക. അതിനുശേഷം ഇതുപോലെ ഞെട്ടൊക്കെ കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുക്കുക. നമ്മളിവിടെ നീളത്തിലാണ് അരിയുന്നത്. പിന്നെ മൂക്കാത്തത് നോക്കിയെടുക്കാൻ നോക്കുക. വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ട്രൈ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നാലാണ് നമ്മൾ പറയുന്നത് പോലെ തന്നെയാണോ, ഇതിന് ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ പുതിയ ഡിഷസ് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മൾ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി ക്വാണ്ടിറ്റിയിലൊന്നും ഉണ്ടാക്കുന്നില്ല. നിങ്ങളിലേക്ക് ഈ അറിവൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സവാള ഒരെണ്ണം എടുക്കുക കേട്ടോ. ഒരു സവാള എടുത്തു, കുറച്ച് മുളകും എടുത്തു. അതിനുശേഷം രണ്ടും നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തോളുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ മാത്രമല്ല, നമുക്ക് പ്രമേഹ രോഗത്തിന് ആ പ്രമേഹ രോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻസുലിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം കൂടിയാണ് നമ്മുടെ ഈ കാന്താരി എന്ന് പറയുന്നത്. അതുപോലെ BP കുറയ്ക്കാനും നല്ലൊരു ഐറ്റമാണ് നമ്മുടെ ഈ കാന്താരി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഗുണങ്ങൾ ഇതിലുണ്ട്, അതുപോലെ തന്നെ ദോഷങ്ങളുണ്ട്. എന്ത് സാധനമാണെങ്കിലും അധികം കഴിക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മുടെ കാന്താരി. അതിനുവേണ്ടി ആദ്യം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു. ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും നമ്മുടെ പച്ചമുളകും ചേർത്ത് അതിലേക്ക് കൊടുത്ത്, എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അതുമാത്രമല്ല, നമ്മൾ ആദ്യമായിട്ട് ഒരാൾക്ക് ഉണ്ടാക്കിയത് എന്താണ് സംഭവം എന്ന് പറയാതെ കൊടുക്കുകയാണെങ്കിൽ ആർക്കും ഇതെന്താണെന്ന് അറിയാൻ പറ്റില്ല. ആ രീതിയിലുള്ള ഒരു റെസിപ്പി കൂടിയാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഉപ്പാണ്. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ ഏകദേശം വാടി വന്നപ്പോൾ നമ്മളതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തു. നമ്മുടെ ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇവിടെ കുറച്ചാട്ടോ ചേർത്തിട്ടുള്ളൂ, ഇടുമ്പോൾ അങ്ങനെ ഉണ്ടെന്നുള്ളൂ. നമ്മുടെ തോരന് ആവശ്യത്തിനുള്ള ഒരു തേങ്ങ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഒത്തിരി ഗുണങ്ങളുമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പുതിയ ഡിഷസൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഒരു ഗുണങ്ങളൊക്കെ ഞാൻ ഓൾറെഡി കുറച്ച് പറഞ്ഞിട്ടുണ്ട്. വരും വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പിന്നെ പുതിയ ഡിഷസ് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും അതുപോലെ തന്നെ സ്വന്തപ്പെട്ടവർക്കും എല്ലാവർക്കും വീഡിയോ അയച്ചു കൊടുത്ത് സപ്പോർട്ടാക്കുക. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ട്.